കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ക്രൈസ്തവ സ്നാനം എന്നുള്ള വിഷയമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ്. അത് ഒന്നുകൂടി നമ്മുടെ ഓർമ്മയിലേക്കും അറിവിലേക്കും കൊണ്ടുവരിക. നമുക്കറിയാം, നമ്മുടെ സ്മാരകവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ചിന്തയാണ് സ്നാനത്തെ സംബന്ധിച്ചുള്ളത്. ദൈവകൃപയാൽ നാം അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വാസ്തവമായി ബോധ്യപ്പെടാൻ ഇടയായിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ മഹാനിർണയം വ്യക്തമായും ആഴത്തിലും തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ പുത്രനായ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക്, ക്രിസ്ത്യാനികൾക്ക് ഈ സുവിശേഷ യുഗത്തിൽ ദൈവത്താൽ ഇപ്പോൾ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇത്ര വലിയ രക്ഷയെ സംബന്ധിച്ചും നാം സവിശേഷമായി മനസ്സിലാക്കി. ദൈവവചനത്തിൽ സ്നാനത്തെക്കുറിച്ച് നാം എന്താണ് വായിക്കുന്നത്? എഫേസ്യരുടെ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വിശ്വാസം 1, സ്നാനം 1, എല്ലാവർക്കും മതി. ക്രിസ്തുവിൻ്റെ ഏക ശരീരത്തിന്, അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട് ശരീരം 1 എന്ന് വായിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ ആ ഏക ശരീരത്തിന് ഒരു സ്നാനം മാത്രമാണുള്ളത്. അപ്പൊ സ്നാനം 1 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ജീവനുള്ള ദൈവത്തിൻ്റെ സഭയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഏകസഭ, അതിനെ സംബന്ധിച്ച് നമ്മൾ 1 തിമോത്തിയോസ് 3:15 വായിക്കുന്നു. 1 തിമോത്തിയോസ് 3:15. താമസിച്ചു പോയാലോ, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്നോ നീ അറിയേണ്ടതിനു ഇത് എഴുതുന്നു. അപ്പം സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം, അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സഭയുടെ വളർച്ചയിൽ 3 പടികൾ ഉണ്ട്. അത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണാം. വെളിപ്പാട് 17:14. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താധി കർത്താവും രാജാധി രാജാവുമാകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. അപ്പൊ ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ആ 3 പടികൾ ഇതൊക്കെയാണ്: വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരും. ഈ 3 പദങ്ങൾക്ക് ഇടയിൽ വരുന്ന ഇംഗ്ലീഷിൽ ആൻഡ് എന്നാണല്ലോ പറയുക. ആ ഒരു സമുച്ചയ പദം അത് സൂചിപ്പിക്കുന്നത് പുരോഗതിയുടെ ഒരു പ്രക്രിയയാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പുരോഗമിക്കുന്നതിൻ്റെ ഒരു 3 പടികളായിട്ടാണത് നമുക്ക് കാണാൻ പറ്റുന്നത്. 1 വിളിക്കപ്പെട്ടവർ, 2 തിരഞ്ഞെടുക്കപ്പെട്ടവർ, 3 വിശ്വസ്തർ.
അതായത് ഒന്നിന് പിന്നാലെ ഒന്നായി 3 പടികൾ. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ക്രിസ്തീയ വളർച്ചയുടെ ആദ്യ ഘട്ടം ക്രിസ്തുവിന്റെ നേർക്കുള്ള വിശ്വാസം പ്രകടിപ്പിക്കുകയും അവന്റെ വിശ്വാസിയായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ വിശ്വാസികൾ ആയിരിക്കുക. വിശ്വാസികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസികൾ അനേകരാണ്. മത്തായി 22:14 അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അതെ, വിശ്വാസികളായിരിക്കാൻ അനേകർ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ വിളിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് യേശുവിൽ വിശ്വാസമുള്ളവരായി തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീരുന്നത് വളരെ ചുരുക്കമാണെന്ന് നാം കാണുകയാണ്. അപ്പൊ എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിലിപ്പ്യരുടെ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതു ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഇപ്പൊ യേശുവിന്റെ വിശ്വാസികളായിരിക്കുന്നതിന്റെ ആഴത്തിലുള്ള ഉദ്ദേശ്യം ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിന്റെ വിശ്വസ്ത അനുയായികളായിരിക്കുക എന്ന് പറയുന്നതിന്റെ ആഴത്തിലുള്ള ഉദ്ദേശ്യം അവന്റെ വിശ്വസ്ത അനുയായികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക? അവന്റെ കാൽച്ചുവടുകളെ പിന്തുടർന്നുകൊണ്ട്, ഗുരുവിന്റെ അനുയായികളായി തീർന്നുകൊണ്ട്. ഒരു ക്രിസ്ത്യാനിയായി തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശ്യം വാസ്തവത്തിൽ അതാണ്. നമ്മത് വളരെ വ്യക്തമായിട്ട് 1 പത്രോസ് 2:21 വായിക്കുന്നു. 1 പത്രോസ് 2:21. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പൊ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അപ്പൊ നിങ്ങൾ അവന്റെ കാൽച്ചുവടുകളിൽ നടക്കുമ്പോൾ നിങ്ങളും കഷ്ടം അനുഭവിക്കേണ്ടി വരും. അതിനുവേണ്ടി അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുകയാണ്. അപ്പൊ ഈ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ വിചാരിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു ചോദ്യം, എന്തൊക്കെയാണ് അവന്റെ കാൽച്ചുവടുകൾ? അതിനുത്തരം വളരെ ലളിതമാണ്. ആ കാൽച്ചുവടുകൾ യോർദാനിൽ ആരംഭിച്ച് കാൽവരിയിൽ അവസാനിക്കുന്നു. ഇപ്പൊ ക്രിസ്തു നടന്നത് യോർദാൻ മുതൽ കാൽവരി വരെയാണ്. ആ വഴിയിലൂടെയാണ് അവന്റെ അനുയായികളും സഞ്ചരിക്കേണ്ടത്. യോർദാൻ നദിയിൽ ആരംഭിച്ച ഏറ്റവും ആദ്യത്തെ ആ പടി എന്തായിരുന്നു? യേശുവിന്റെ സ്നാനമായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം എന്ന് പറയുന്നത്. കർത്താവ് തൻ്റെ സഭയ്ക്ക് 2 അനുഷ്ഠാനങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട സ്മാരകാചരണം. മറ്റേതാകട്ടെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരിക്കലായി ചെയ്യേണ്ട സ്നാനം. അങ്ങനെ 2 അനുഷ്ഠാനങ്ങൾ മാത്രമാണ്
ക്രൈസ്തവ സഭയ്ക്ക് കർത്താവ് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. മത്തായി 3-ാം അധ്യായം 13-ാം വാക്യത്തില് ക്രിസ്തുവിൻ്റെ ആദ്യത്തെ കാൽച്ചുവടിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്നു യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. അപ്പൊ ഇവിടെ യേശുവിന്റെ സ്നാനത്തെക്കുറിച്ച് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മത്തായി 3:14 നാം വായിക്കുന്നത് പോലെ യോഹന്നാൻ സ്നാപകൻ യേശു സ്നാനപ്പെടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവനെ പിന്തിരിപ്പിക്കുന്നുണ്ട്. 3:14 നമ്മളത് വായിക്കുന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കു ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. അപ്പൊ യോഹന്നാൻ പറയുന്നത്, വാസ്തവത്തിൽ ഞാൻ നിന്നിൽ നിന്നാണ് സ്നാനം സ്വീകരിക്കേണ്ടത്, ഞാൻ നിനക്ക് സ്നാനം തരികയല്ല വേണ്ടത് എന്ന് പറയുക. ഇപ്പൊ യേശുവിനെ സ്നാനപ്പെടുത്തുക എന്ന ചുമതല നിർവഹിക്കുന്നതിന് താൻ പൂർണ്ണമായും അയോഗ്യനാണ് എന്ന് സ്നാപകയോഹന്നാൻ കരുതി. അത് അവൻ യേശുവിനോട് ആ വാക്കുകളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ യേശു അവൻ എന്ത് മറുപടിയാണ് കൊടുത്തത്? 15-ാം വാക്യത്തിൽ അതിന്റെ ഉത്തരം നമുക്ക് കാണാം. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശുവിന്റെ ഈ വാക്കുകൾ എന്താണ്? ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. കാരണം എന്താ? രണ്ടുപേരും ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഒരു യുഗ പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിലാണ് യോഹന്നാനും ക്രിസ്തുവും നിൽക്കുന്നത്. യഹൂദ യുഗത്തിൽ നിന്ന് സുവിശേഷ യുഗത്തിലേക്കുള്ള ഒരു പരിവർത്തനം. അപ്പൊ ആ യുഗസന്ധ്യയിൽ നിന്നുകൊണ്ടാണ് അവര് സംസാരിക്കുക. അപ്പൊ എന്താണ് യേശു പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ യോഹന്നാന് അന്ന് കഴിയുമായിരുന്നില്ല. കാരണം യോഹന്നാൻ ന്യായപ്രമാണ ഉടമ്പടിയുടെ കീഴിലായിരുന്നു. പുതിയൊരു വ്യവസ്ഥയുടെ ഉദ്ഘാടനം, അത് പുതിയൊരു യുഗത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ആ വേളയിൽ അതിനെ സംബന്ധിച്ച് വേണ്ട രീതിയിലുള്ള ഒരു അറിവ് യോഹന്നാന് ലഭിച്ചിരുന്നില്ല. അതെന്താണ്? തൻ്റെ ശരീരമാം സഭയുടെ തല താനാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. അപ്പൊ ആ നിലയിൽ, അതിൻ്റെ തല എന്നുള്ള നിലയിൽ, സഭയുടെ തല എന്നുള്ള നിലയിൽ അതിനൊരു ദൃഷ്ടാന്തമായിരിക്കുക എന്നുള്ളത് തൻ്റെ കടമയായിരുന്നു, തൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. 1 പത്രോസ് 2:21 നമ്മൾ മുമ്പ് വായിച്ചതാണ്. അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ആ സഭയ്ക്ക്, സഭാംഗങ്ങൾക്ക് കഴിയും. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോസ്തലൻ, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതെ, കർത്താവിന്റെ ഈ മാതൃക അവന്റെ സ്നാനത്തിൽ ആരംഭിക്കുകയാണ്. യേശുവിന്റെ സ്നാനത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നു? അവൻ സ്നാന സമയത്ത് എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ സുവിശേഷത്തിൽ എങ്ങും അത് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. പ്രത്യക്ഷത്തിൽ യേശു ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. എന്നാൽ എബ്രായ ലേഖനം 10-ാം അധ്യായം
7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയും അവൻ്റെ മനോഭാവവും രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം. എബ്രായർ 10:7. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നു അവൻ പറയുന്നു. അപ്പോൾ എന്താണ് ക്രിസ്തുവിൻ്റെ സമർപ്പണ വാക്യമാണത്? ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അവിടെ അന്ന് യോർദാൻ നദിയിൽ ആ വെള്ളത്തിൽ മുഴുകുമ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിലെ വാക്കുകൾ ഇവയായിരുന്നു. അപ്പൊ ആ ഒരു സ്നാനം, ആ ഒരു നിമഞ്ജനം, വെള്ളത്തില് മുങ്ങുക, അതിനാണ് സ്നാനമെന്ന് പറയുന്നത്. അത് ഒരു പ്രതീകമായിട്ട് നിൽക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നാനത്തോടുകൂടി അത് പ്രതീകവൽക്കരിക്കപ്പെട്ടു. ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്കായിരുന്നു അവന്റെ മുഴുകൽ. അക്കാരണത്താൽ തൻ്റെ സ്വന്തം ഇഷ്ടത്തെ നിഷേധിച്ച് അന്നു മുതൽ ദൈവേഷ്ടം ചെയ്യാൻ അവൻ സമ്മതിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ഈ ഉടമ്പടിയാണ് യോർദാനിലെ വെള്ളത്തിൽ നിമഞ്ജനം ചെയ്തതിലൂടെ യേശു പ്രതീകവൽക്കരിച്ചത്. ഇംഗ്ലീഷിലെ ബാപ്റ്റിസം എന്നാണ് പറയുക. സ്നാനത്തിന് ബാപ്റ്റിസം എന്നാ പറയുക. ബാപ്റ്റൈസോ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ആ പദം വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നിമഞ്ജനം, മുങ്ങൽ, മുഴുകൽ. നമുക്ക് ഇഷ്ടം പോലെ വാക്കുകളുണ്ട് മലയാളത്തിൽ, നമുക്ക് ഇഷ്ടം പോലെ വാക്കുകളുണ്ട്. അവഗാഹം, നമ്മൾ പറയാറുണ്ട് ആ വിഷയത്തിൽ നല്ല അവഗാഹമാണെന്ന് പറയാറുണ്ട്, ആഴത്തിലുള്ള അറിവ്. ആ വാക്കിന് സ്നാനമെന്നും മുങ്ങൽ എന്നും അർത്ഥമുണ്ട്. അവഗാഹം, അവഗാഹം, അവഗാഹം. പിന്നെ സാധാരണ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് മാമോദിസ. സുറിയാനി വാക്കാണ്. അതും മലയാള പദം പോലെ നമുക്ക് വളരെ പരിചിതമാണ്. അതിനും അർത്ഥം മുഴുകൽ എന്ന് തന്നെയാണ്, നിമഞ്ജനം എന്ന് തന്നെയാണ്. അപ്പൊ ഈ ക്രിസ്തുവിന്റെ സ്നാനം ദൈവവുമായുള്ള യേശുവിൻ്റെ ഉടമ്പടിയുടെ പ്രതീകമായിരുന്നു. ദൈവവുമായി യേശു ഒരു കരാറിൽ ഏർപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു പ്രതീകമാണെന്ന് പറഞ്ഞത്. അപ്പം വാസ്തവത്തില് ക്രിസ്തുവിന്റെ ഈ ഒരു പ്രതീകത്തിനപ്പുറത്തേക്ക് ഈ ഒരു സ്നാനം, യഥാർത്ഥ സ്നാനം അല്ലെങ്കിൽ നിമഞ്ജന പ്രക്രിയ യോർദാനിൽ ആരംഭിച്ച് മരണം വരെയുള്ള അവന്റെ ജീവിതകാലം മുഴുവൻ ഉൾപ്പെടുന്ന ഒന്നാണ്. ഇത് യേശുവിന്റെ തന്നെ വാക്കുകളിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യം. എങ്കിലും എനിക്ക് ഒരു സ്നാനമേൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പം സാധാരണ രീതിയിൽ ഒരാൾ കേട്ട് കഴിഞ്ഞാൽ ക്രിസ്തു പണ്ടൊരു സ്നാനം ഏറ്റതാണല്ലോ, ഇനിയൊരു സ്നാനം കൂടെ ഏൽക്കാനുണ്ടോ? അപ്പൊ അത് എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ വാക്കുകൾ ഒരു സ്നാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. മരണപര്യന്തം ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുന്നതിൽ
അവൻ മുഴുകുന്നത് അതിൽ ഉൾപ്പെടും, ആ സ്നാനത്തിൽ ഉൾപ്പെടും. മരണപര്യന്തം ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുക, അതാണ് ആ മുഴുകലിനകത്ത് അടങ്ങിയിരിക്കുന്നത്, ആ സ്നാനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ വിളിക്കുകയും തന്നെ പിൻപറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആരും സ്വീകരിക്കുവാൻ യേശു ക്ഷണിക്കുന്ന സ്നാനം. ഈ സ്നാനമാണ്. മത്തായി 16:24 ഇത് വളരെ വ്യക്തമായി നാം വായിക്കുന്നു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചു തന്റെ ക്രൂശ് എടുത്തു എന്നെ അനുഗമിക്കട്ടെ. ഇത് വളരെ വ്യക്തമാണ്. യേശു താൻ തന്നെ ആദ്യം എന്താണോ ചെയ്തത്, ഇപ്പോൾ അവന്റെ എല്ലാ അനുയായികളും ചെയ്യുവാൻ അവൻ ക്ഷണിക്കുന്നതും അത് തന്നെയാണ്. മർക്കോസ് 10:38 ഇത് വളരെ തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയും. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്നു നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിനു കഴിയും എന്നു അവർ പറഞ്ഞു. എന്താണ്? തങ്ങളുടെ സ്വേച്ഛയെ, സ്വന്തം ഹിതത്തെ നിഷേധിച്ച് സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ ഇച്ഛ ചെയ്യുക എന്ന അതേ വിഷയം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ എഫേസ്യർ 4:5 സ്നാനം 1 എന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് എന്ന് ഇത്രയും പറഞ്ഞതുകൊണ്ട് വളരെ വ്യക്തമാണ്. സ്നാനം 1. അപ്പൊ ഇതാണ് നിമഞ്ജനം അല്ലെങ്കിൽ ബാപ്റ്റൈസോ. ഇതാണ് കരാർ അല്ലെങ്കിൽ ഉടമ്പടി. എന്നാൽ ഈ സ്നാനത്തെ സംബന്ധിച്ച് അത് ഏതാനും ക്രിസ്ത്യാനികൾ മാത്രമാണ് ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള മഹത്തായ പദവി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊരു രഹസ്യ ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇത് ഇപ്പോൾ മനസ്സിലാകാതെ പോകുന്നതും. സങ്കീർത്തനം 25:14 നമുക്ക് നോക്കാം. യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. അപ്പൊ ഇത് എല്ലാവർക്കും കൊടുക്കുന്നില്ല. ഇംഗ്ലീഷില് ദി സീക്രട്ട് ഓഫ് ദി ലോർഡ്, യഹോവയുടെ രഹസ്യം. ദി സീക്രട്ട് ഓഫ് ദി ലോർഡ് ഈസ് വിത്ത് ദം ദാറ്റ് ഫിയർ ഹിം ആൻഡ് ഹി വിൽ ഷൂ ദം ഹിസ് കവണന്റ്. യഹോവയെ ഭയപ്പെടുന്നവരോടുകൂടെ അവന്റെ രഹസ്യമുണ്ട്. അവൻ തന്റെ ഉടമ്പടി അവരെ അറിയിക്കും. അപ്പൊ ഇതൊരു രഹസ്യമാണ്. അതെ, ഇതൊരു രഹസ്യ ഉടമ്പടിയാണ്. എന്നാൽ ഇത് ഏത് തരത്തിലുള്ള ഉടമ്പടിയാണ്? ഏത് തരത്തിലുള്ള കരാറാണ്? അതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നത് സങ്കീർത്തനം 50 അതിൻ്റെ 5-ാം വാക്യത്തിൽ നിന്ന്. യാഗം കഴിച്ചു
എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. യാഗം കഴിച്ച് എന്നോട് ഉടമ്പടി ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. അപ്പൊ ഇത് യാഗത്താലുള്ള ഉടമ്പടിയാണ്. അപ്പൊ ഇവിടെ പറയപ്പെട്ടതായ യാഗം എന്താണ്? നേരത്തെ നാം പറഞ്ഞു, സ്വേച്ഛയെ മനുഷ്യഹിതത്തെ ബലി കഴിച്ച് പകരം സ്വർഗീയ പിതാവിന്റെ ഹിതം ചെയ്യുക. റോമർ 12:1 പൗലോസ് അപ്പോസ്തലൻ പരാമർശിക്കുന്ന അതേ യാഗമാണിത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇത് മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ബിസീച്ച് യു therefore brethren എന്ന് പറഞ്ഞാൽ തുടങ്ങുക. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ഐ ബിസീച്ച് യു. അപ്പൊ ഇതൊരു അപേക്ഷയാണ്, ഒരു ക്ഷണമാണ്. ഇതിലെ നിർബന്ധമോ ബലപ്രയോഗമോ ഒന്നുമില്ല. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം തന്നെയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ അടുത്ത ചുവട് വയ്ക്കുന്നതിന് അപ്പസ്തോലനായ പൗലോസ് സ്വമേധയാ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടതിന് സഹോദരന്മാരെ ഉത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ അവർ വിശ്വാസികൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണത്തിലേക്ക് വരപ്പെട്ട നിലയിലുള്ള സഹോദരന്മാരോടാണ് അപ്പസ്തോലൻ ഇത് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോൾ നീതീകരണത്തിന്റെ അവസ്ഥയിലാണ്, നിങ്ങളിപ്പോൾ വിശ്വാസികളാണ്. അവിടെ കൊണ്ട് നിന്നാൽ പോരാ, അടുത്ത പടിയിലേക്ക് നിങ്ങൾ പോകണം. അത് സമർപ്പണത്തിന്റെ പടിയാണ്. അപ്പൊ അത് യേശുവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുക എന്നത് തന്നെയാണ്. അപ്പൊ അവിടെ ജീവനുള്ള യാഗത്തെക്കുറിച്ച് അപ്പസ്തോലൻ പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആ വാക്യത്തിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. ജീവനുള്ള യാഗമായി അർപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ശരീരങ്ങൾ എന്ന ഒരു സൂചന അവിടെയുണ്ട്, അല്ലേ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പൊ മനുഷ്യ ജീവിതത്തിന് അഥവാ ജഡിക ജീവിതത്തിന് അതിൻ്റെതായ അവകാശങ്ങളും പദവികളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുണ്ട്. ഇവ ദൈവത്തിനുള്ള യാഗത്തിൽ നാം സമർപ്പിക്കുന്നു. അതോടൊപ്പം സ്വേച്ഛയെ നിഷേധിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ള സന്നദ്ധതയോടെ മരണപര്യന്തം നമ്മുടെ കർത്താവും ഗുരുവുമായവൻ ചെയ്ത പ്രകാരം അതേ ആത്മാവിൽ, ക്രിസ്തുവിന്റെ ആത്മാവ് എന്തായിരുന്നു, അവൻ ഏത് രീതിയിലാണ്, ഏത് പ്രകാരത്തിലാണ് തന്നെ തന്നെ സമർപ്പിച്ചത്, അതേ രീതിയിൽ റോമർ 6:3 നാം വായിക്കുന്നത് പോലെ ഒരു ക്രിസ്ത്യാനി യേശുവിന്റെ മരണത്തിലേക്ക് പ്രവേശിക്കുക. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നേരത്തെ നമ്മൾ പഠിച്ച വിഷയത്തിലും ഈ വാക്യം തന്നെ വായിച്ചതാണ്, ഓർക്കുന്നുണ്ടാവും. അപ്പൊ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ
സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനി യേശുവിന്റെ മരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ മനുഷ്യ ജീവിതത്തെയും അതിന്റെ താല്പര്യങ്ങളെയും ബലി കഴിക്കുക, ഇങ്ങനെയാണ് സ്വേച്ഛയ്ക്ക് മരിക്കുന്നത്. കൊളോസ്യർ 3:3 ഈ മഹത്തായ സത്യം വീണ്ടും വളരെ വ്യക്തമായി കാണാം. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതെ, ഈ ജീവയാഗം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, യഥാർത്ഥത്തിൽ ജീവനുള്ളപ്പോൾ തന്നെ മരിച്ചതായി പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണെന്നൂടെ പറയാം. നിങ്ങൾ മരിച്ചു എന്നല്ല വായിക്കേണ്ടത്, നിങ്ങൾ മരിച്ച്, ഒരു ചന്ദ്രകല വേണം അതിനകത്തില്ല, മരിച്ച് എന്നാണ്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് മരിച്ചു കഴിഞ്ഞുള്ള കാര്യമല്ല. മറ്റ് നാമധേയ ക്രൈസ്തവ സഭകളിലൊക്കെ ഉള്ള ആളുകൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ക്രിസ്തുവിൽ അങ്ങ് മറയുകയാണ്. അതല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, യഥാർത്ഥത്തിൽ ജീവനുള്ളപ്പോൾ തന്നെ മരിച്ചതായി ഇവിടെ പരാമർശിച്ചിരിക്കുകയാണ്. അതാണ് ജീവയാഗം എന്ന് പറയുന്നത്. അപ്പൊ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ഒരു സമർപ്പണ ജീവിതത്തെ സംബന്ധിച്ച പ്രസ്താവനയാണ്. പൂർണ്ണമായ പരിത്യാഗം. മത്തായി 7:21 വാസ്തവത്തില് രാജ്യത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള ഏക മാർഗം ഇതാണെന്ന് യേശു സ്ഥിരീകരിക്കുന്നുണ്ട്. മത്തായി 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ പിതാവിന്റെ ഇഷ്ടം ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് സ്നാനം എന്ന് പറയുന്നത്. ഇത് വളരെ ലളിതവും വളരെ വ്യക്തവുമായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനും സ്വർഗീയ സമ്മാനം ലഭിക്കുന്നതിനും ഒരു വിശ്വാസി എന്ന നിലയിൽ യേശുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം പോരാ, കൂടുതലായി ഒരു പടി കൂടി നാം കടക്കണം. എങ്ങനെയാണ് ആ പടി? ഏതാണ് ആ പടി? പിതാവിന്റെ ഹിതം ചെയ്യുന്നതിലൂടെ. പിതാവിന്റെ ഹിതം ചെയ്യുന്നത് തന്നെയാണ്. ഇവിടെ നമ്മൾ മറ്റൊരു രീതിയിൽ ഈ വാക്യത്തെ എടുക്കുകയാണ്. ഇവിടെ കർത്താവേ കർത്താവേ എന്ന് 2 പ്രാവശ്യം ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത് നാമധേയ സഭയുടെ 2 ഭാഗങ്ങളെ കാണിക്കാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. നാമധേയ സഭയുടെ 2 ഭാഗങ്ങളെ കാണിക്കും. ഒന്ന് റോമൻ കത്തോലിക്കയും മറ്റേത് പ്രോട്ടസ്റ്റന്റും. റോമൻ കത്തോലിക്കർ എന്ന നിലയിലോ പ്രോട്ടസ്റ്റന്റ് എന്ന നിലയിലോ യേശുവിൽ വിശ്വാസം വെച്ചിരുന്നാൽ സ്വർഗീയ സമ്മാനം ലഭിക്കുകയില്ലെന്ന് ഈ വാക്യം സൂചിപ്പിക്കുന്നു എന്ന് പറയാം. ജേക്കബ് സാറിന് മനസ്സിലായിക്കാം. ഞാൻ റോമൻ കത്തോലിക്കനാണ്, ഏറ്റവും പുരാതനമായ സഭയാണ്. അല്ല, റോമൻ കത്തോലിക്ക സഭയിൽ കുറെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കടന്നുകൂടിയപ്പോ അന്ന് മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് പ്രതിഷേധിച്ച് പുറത്തു പോകുന്ന നവീകരണത്തിലൂടെ ഉണ്ടായ കുറെ സഭകളുണ്ട്. ഞാൻ അതിലെ അംഗമാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ച് വിശ്വാസിയാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ കൊണ്ട് ഒരു ഗുണവുമില്ല.
അതുകൊണ്ട് സ്വർഗീയ സമ്മാനം ലഭിക്കുകയില്ല. അപ്പൊ പിതാവിന്റെ ഇഷ്ടം എന്താണ്? റോമർ 8:29 അത് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് നാം വായിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിനു അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നവരെ പിതാവ് ഇപ്പോൾ തിരയുകയും ക്ഷണിക്കുകയും ചെയ്യുന്നു. അതായത് കർത്താവായ യേശുവിന്റെ പകർപ്പുകളായി തീരുന്നവരെ തന്നെ. ക്രിസ്തുവിന്റെ ഒരു കോപ്പിയായിട്ട് മാറണം. നമ്മളെ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ ഒരു ഡോക്യുമെന്റ് കൊണ്ടുപോയി വെച്ച് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താല് അതുപോലല്ല ഇരിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ആരെങ്കിലും സമ്മതിക്കുമോ? ഞാൻ ആധാറിന്റെ കോപ്പി ഫോട്ടോസ്റ്റാറ്റ് എടുത്തു, നോക്കുമ്പോൾ അത് പാസ്പോർട്ടിന്റെ കോപ്പിയാണെങ്കിൽ ശരിയാവുമോ? ഇല്ല. ക്രിസ്തുവിന്റെ കോപ്പിയായിട്ട് നമ്മൾ മാറുക, ക്രിസ്തുവിന്റെ പകർപ്പായി മാറുക, മറ്റൊരു ക്രിസ്തുവായി മാറുക. അപ്പൊ മരണപര്യന്തം സ്വയത്യാഗത്തിൻ്റെതായ അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്നതിനാൽ മാത്രമാണ് അത് സാധ്യമാകുന്നത്. ക്രിസ്തുവിന്റെ കാൽച്ചുവടുകൾ അത് സ്വയത്യാഗത്തിന്റെ കാൽച്ചുവടുകളാണ്. അതിനെ പിൻപറ്റിയാൽ മാത്രമേ നമുക്ക് അവന്റെ പകർപ്പുകളായി തീരാൻ കഴിയുകയുള്ളൂ. അപ്പൊ സ്വയത്യാഗത്തിൻ്റെതായ യേശുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റാനുള്ള തീരുമാനം അത്രയേറെ പ്രാധാന്യമുള്ളതാകിയാൽ സ്വർഗീയ പിതാവുമായുള്ള കരാർ അല്ലെങ്കിൽ ഉടമ്പടിയായി അത് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെയാണ് മുഴുകൽ, ബാപ്റ്റൈസോ എന്ന് ഗ്രീക്കിൽ വിളിക്കപ്പെടുന്ന ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷുകാർ വിളിക്കുന്ന വെള്ളത്തിലുള്ള നിമഞ്ജനം കൊണ്ട് മനോഹരമായി പ്രതീകവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് ഈ വസ്തുതയാണ്. അല്ലാതെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതല്ല. ലോകത്ത് പല ആളുകളും ഇതുപോലെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നുണ്ട്. അപ്പോൾ എഫേസ്യർ 4:1 സ്നാനം 1 എന്നത് എന്താണെന്ന് ഇത് വ്യക്തമാക്കുകയാണ്. അനേകരും പൊതുവെ ഉന്നയിക്കാറുള്ള ഒരു ചോദ്യത്തിലേക്ക് ഇപ്പോൾ നമുക്ക് പോകാം. പല സഭകളിലായി ഇതിനു മുമ്പ് 1 അതിലധികമോ സ്നാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതിനെ കുറിച്ച് എന്തു പറയുന്നു? ഞാൻ വീണ്ടും ഒരു സ്നാനം ഏൽക്കണം? പല സഭകളില് പല കാലഘട്ടങ്ങളില് പോയി അവിടെയൊക്കെ സ്നാനപ്പെട്ട് വന്നിട്ടുള്ള ഒരാള് സത്യം ഗ്രഹിച്ചു കഴിയുമ്പോൾ, സ്നാനത്തെ സംബന്ധിച്ചുള്ള സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ സ്നാനപ്പെടണം. ഇത്രയും വളരെ ലളിതമാണ്. സ്നാനം 1, ശരീരം 1. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. അതൊക്കെ ഏത് വാക്യ? എഫേസ്യർ 4-ാം അധ്യായം 4-ാം വാക്യാണ്. 4-5 വാക്യങ്ങളിലൊക്കെ നമ്മളിത് വായിക്കുന്നുണ്ട്. വേദപരമായ ഈ സത്യങ്ങൾ ഇന്ന് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്തരം അജ്ഞതയുടെ അവസ്ഥയിൽ ആ സ്നാനം 1 ഒരുവൻ സ്വീകരിച്ചതായി സങ്കല്പിക്കാൻ കഴിയുകയില്ല. ഈ അറിവില്ലായ്മയുടെ കാലത്ത് സ്വീകരിച്ചിട്ടുള്ള ഒരു സ്നാനവും സാധുവല്ല എന്ന അർത്ഥം. അപ്പം ദൈവവുമായുള്ള രഹസ്യ ഉടമ്പടി, അതിൻ്റെ പരിജ്ഞാനം പൊതുവിലില്ല എന്ന്
നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ന് സാധാരണ സഭകളിൽ കാണപ്പെടുന്ന സ്നാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, റോമൻ കത്തോലിക്ക സഭയിൽ സ്നാനം, മാമോദീസ, സഭയുടെ അംഗത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് കരുതപ്പെടുന്നത്. സ്നാനത്തിന്റെ അർത്ഥത്തെക്കുറിച്ചോ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ പരിജ്ഞാനമില്ലാത്ത, അതുപോലെ തന്നെ താൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്ത ശിശുക്കൾക്കാണ് ഇത് നൽകുന്നത്. ശിശുസ്നാനം അതാണ് പ്രധാനമായും റോമൻ കത്തോലിക്ക സഭയിൽ നടക്കുന്നത്. ഇനിയും സ്നാനം എങ്ങനെയാണ്? അത് തളിക്കൽ സ്നാനമാണ്. വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യുകയല്ല, വെള്ളം ഇങ്ങനെ തളിക്കുകയാണ്. നമ്മള് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ശിശുസ്നാനം നടത്തുന്ന സ്ഥലത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരൊറ്റ പിള്ളേർക്കും ഒരു താല്പര്യവും ഇല്ല. ഈ വെള്ളം തലയിലോട്ട് ദേഹത്തോട്ട് ഒഴിക്കാൻ പിള്ളേർ കരയാൻ തുടങ്ങും. താല്പര്യമുള്ള ഏതെങ്കിലും പിള്ളേർ കരയുമോ? ഇല്ല. പിള്ളേർക്കേ താല്പര്യമില്ല, ചെയ്യുന്നവർക്കൊരു താല്പര്യമില്ല. അതൊന്നും അറിയാൻ മേലാതെ പാവം പിള്ളേരെ വെള്ളം തളിക്കുകയാണ്. ഇനി പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ അത് ഈ കത്തോലിക്കർ ചെയ്യുന്നത് പോലെ അംഗത്വം സ്വീകരിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടല്ല, മറിച്ച് പാപങ്ങളുടെ മോചനത്തിനായിട്ടുള്ള മാർഗമായിട്ടാണ് കണക്കാക്കുന്നത്. പാപമോചനം. പെന്തക്കോസ്ത് പോലുള്ള ചില സഭകളിൽ സ്നാനം എന്നത് യേശുവിന് ജീവൻ സമർപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. CSI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, CNI എന്ന് പറഞ്ഞാൽ അറിയാം ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ. ഇതുപോലെയുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകള് വെള്ളം തളിക്കുന്നതിലൂടെ ശിശുക്കൾക്ക് സ്നാനം കൊടുക്കുന്നു. ഭൂരിഭാഗം പ്രൊട്ടസ്റ്റന്റ് സഭകളിലും മുതിർന്നവർക്ക് വെള്ളത്തിലുള്ള നിമഞ്ജനത്തിലൂടെയാണ് സ്നാനം നൽകുന്നത്. അപ്പൊ നാമധേയ സഭയുടെ ഈ രണ്ട് വിഭാഗങ്ങളും ഈ രഹസ്യ ഉടമ്പടിയെക്കുറിച്ചുള്ള പരിജ്ഞാനവും ധാരണയും ആ വിഷയത്തിന്റെ സത്യവും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രഹസ്യ ഉടമ്പടിയെക്കുറിച്ചുള്ള യാതൊരു ധാരണയും യാതൊരു അറിവും അവർക്കില്ല. എന്തുകൊണ്ടാണിത്? അവയൊക്കെ അന്തിക്രിസ്തു, നമ്മൾ എതിർ ക്രിസ്തു എന്ന് പറയില്ലേ, ആ തന്ത്രത്തിന്റെ ഭാഗമാണ്. അതിൻ്റെ വികാസത്തിൽ വരുന്ന ഒന്നാണ് അന്തിക്രിസ്തു സമ്പ്രദായത്തിന്റെ വികാസം. മൂന്ന് പറമാവിന്റെ പുളിപ്പ് ആരംഭിച്ചത് മുതൽ ഈ വിലയേറിയ സത്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. മത്തായി 13-ാം അധ്യായം 33-ാം വാക്യത്തില് ഒരു ഉപമകർത്താവ് പറയുന്നുണ്ട്. ഒരു സ്ത്രീ 3 പറ മാവ് പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറയുന്നു. ക്രൈസ്തവ സഭയുടെ ചരിത്രമാണ്. ക്രൈസ്തവ സഭ പുളിച്ചുപോയി, ദുഷിച്ചുപോയി. അതിലെ പല ദുരുപദേശങ്ങളും കടന്നു വന്നു. അങ്ങനെ സത്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് വീണ്ടും സ്നാനപ്പെടുന്നതിനുള്ള ഒരു ചോദ്യമല്ല, മറിച്ച് ആദ്യമായി ഒരു യഥാർത്ഥ സ്നാനം ഏൽക്കുന്നതാണ് ഇതിലെ കാര്യം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ വിഷയം. യഥാർത്ഥ സ്നാനം അത് ഏൽക്കുക എന്നുള്ളത്. ഇനി പൊതുവായി ചോദിക്കുന്ന മറ്റൊരു പ്രശ്നത്തിലേക്ക് ഇപ്പോൾ നമുക്ക് വരാം.
യേശു ചെയ്തതുപോലെ ആ സ്നാനമേൽക്കുവാനും അത് നിവർത്തിക്കുവാനും എനിക്ക് കഴിയുമോ? ഇത് അനേകം സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട സംശയത്തിന്റെ ഒരു വിത്താണ്. ക്രിസ്തുവിനെ പോലെ എനിക്ക് സമർപ്പിക്കാൻ കഴിയുമോ? ക്രിസ്തുവിനെ പോലെ എനിക്ക് ജീവിക്കാൻ കഴിയുമോ? ആ സമർപ്പണം നടപടിയായി നിവർത്തിക്കാൻ എനിക്ക് കഴിയുമോ? ഇത് സാത്താൻ തന്നെ വിതച്ചതാണ് ആ സംശയം. മർക്കോസ് 10:39 കർത്താവായ യേശു ഈ സംശയത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും, നിശ്ചയം. കണ്ടോ? മനസ്സിലായോ? അതെ, തന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന സഭാംഗങ്ങളായിരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് നൽകുന്ന ഉറപ്പാണിത്. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? ഇനി സംശയം ബാക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ യേശുവിനെയാണോ അതോ സാത്താനെയാണോ വിശ്വസിക്കുന്നത്? അവസാനമായി ക്രിസ്തീയമായ സ്നാനം ഒന്ന് എന്ന രഹസ്യ ഉടമ്പടിയുടെ മഹത്തായ സത്യത്തെ മനസ്സിലാക്കി നമുക്ക് സഫലീകരിക്കാൻ, അതിനെ നിറവേറ്റാൻ കഴിയുമെന്ന കർത്താവിന്റെ ഉറപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അവന്റെ കൃപയാൽ അവസാന ചിന്തയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഞാനൊരു പാപിയാണെന്നും എൻ്റെ ചില പാപകരമായ വാക്കുകൾ, ശീലങ്ങൾ, പ്രവൃത്തികൾ എന്നിവയിൽ നിന്ന് എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ അനുവദിക്കൂ. ഒരു പ്രാർത്ഥന, ദൈവത്തോട് നമുക്കുണ്ടാവേണ്ട ഒരു പ്രാർത്ഥന. അത് യാഗത്താൽ നമ്മൾ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ചെയ്യുവാൻ ഞാൻ അർഹതയുള്ളവനല്ല. കാരണം എന്താ? ഞാനൊരു പാപിയാണ്. പാപകരമായ വാക്കുകൾ, ശീലങ്ങൾ, പ്രവർത്തികൾ ഇതൊക്കെ എന്നിലുണ്ട്. അതൊക്കെ ഞാൻ ശുദ്ധീകരിക്കണം. ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പൊതുവായ ഒരു ചിന്തയാണ്. കാരണം നാമെല്ലാം പാപികളാണല്ലോ. എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവായ യഹോവ ഈ വിഷയത്തിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 26 ആ വാക്കുകളിലേക്ക് നമുക്ക് നോക്കാം. എന്റെ യാഗപീഠത്തിങ്കൽ നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിങ്കൽ പടികളാൽ കയറരുത്. പുറപ്പാട് 20:26. എന്റെ യാഗപീഠത്തിൽ നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിൽ പടികളാൽ കയറരുത്. ഇത് വളരെ വിചിത്രമായ ഉത്തരമാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? നമ്മൾ സത്യത്തെ വിഭാഗിക്കുന്നവരാണ്, ശരിയായി വിഭാഗിക്കുന്നവരാണ്. ഇതൊരു പ്രതീകാത്മക ഭാഷയാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അക്ഷരാർത്ഥമല്ല. നമുക്കതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എൻ്റെ യാഗപീഠം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, പഴയ നിയമത്തില് ന്യായപ്രമാണ പ്രകാരം സമാഗമന കൂടാരത്തിലെ യാഗപീഠങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വേറെ പല യാഗപീഠങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ സുവിശേഷ യുഗത്തിൽ ഏറെ നല്ല യാഗങ്ങൾ, എബ്രായ ലേഖനം 9:23 നമ്മൾ വായിക്കുന്നുണ്ട് ഏറെ നല്ല യാഗങ്ങളെ കുറിച്ച്. ആ യാഗങ്ങൾക്ക് വേണ്ടി ഒരുവൻ തന്നെത്താൻ ദൈവത്തിന് അർപ്പിക്കുന്നതിനുള്ള മഹത്തായ പദവിയെയാണ് ഇത് കുറിക്കുന്നത്. അപ്പൊ സമർപ്പണം എന്ന് പറയുന്നത് മഹത്തായ പദവിയാണ്, വിശേഷ അവകാശമാണ്. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ
പടികളാൽ കയറരുത് എന്നാണ് പറയുന്നത്. ഇത് ബലിപീഠത്തെ കുറിച്ചുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പടികളാൽ കയറരുത്. ഇത് സമർപ്പണത്തെ കുറിക്കുന്നതായിരിക്കും. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരാൾ തൻ്റെ പാപനിലയിൽ നിന്ന് മെച്ചപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നീതിക്ക് വേണ്ടിയുള്ള വ്യക്തിപരമായ പരിശ്രമങ്ങൾ, അതാണ് മുകളിലേക്ക് കയറുന്നതിനെ സൂചിപ്പിക്കുന്നത്. പാപനിലയിൽ നിന്ന് നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുന്നതിനുള്ള നമ്മൾ നടത്തുന്ന വ്യക്തിപരമായ പരിശ്രമങ്ങൾ. ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരിശ്രമങ്ങൾ വിജയിക്കുമോ? ഈ വിഷയത്തിലുള്ള നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിന്മേൽ നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നീ യാഗപീഠത്തിൽ പടികളാൽ കയറരുത്. അതേ സഹോദരങ്ങളെ, നമ്മുടെ പാപകരമായ അവസ്ഥയെക്കുറിച്ച് കർത്താവിന് വളരെ നന്നായി അറിയാം. അവൻ നമ്മെ സത്യത്തിലേക്ക് വിളിച്ച നിമിഷം മുതൽ തന്നെ അവന് നമ്മളെക്കുറിച്ച് അറിയാം. എബ്രായർ 4:13 ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവനു മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിനു നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അപ്പൊ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമില്ല. ദൈവം നമ്മളെ വിളിച്ചപ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു നമ്മള് കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഉള്ളവരൊക്കെയാണ്. ക്രിസ്തു എന്നാ പറഞ്ഞ, ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ചല്ല വന്നത്. ആരെ അന്വേഷിച്ച വന്നത്? ഭാവികളെ അന്വേഷിച്ച വന്നത്. അതെ, വിളിക്കപ്പെട്ടവരെല്ലാം വീഴ്ച ഭവിച്ചവരും പാപാവസ്ഥയിലുള്ളവരുമാണ്. അവരുടെ ജഡത്തിൻ്റെയും മനസ്സിൻ്റെയുമായ എല്ലാ ബലഹീനതകളും യഹോവയ്ക്ക് നന്നായി അറിയാം. ഒരുവന്റെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും അവൻ അറിയുന്നു. എന്താണ് ഇതിന് മാർഗം? അതിനാണല്ലോ ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ദൈവം നമ്മളെ അവന്റെ സത്യവചനത്താൽ വിശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 17:17 നോക്കാം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാവുന്നു. എങ്ങനെയാണ് സത്യവചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നത്? യേശുവിൻ്റെ രക്തപുണ്യത്തിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയും സത്യവചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ അവൻ പാപങ്ങൾ മറയ്ക്കുകയും നമ്മെ സൗഖ്യമാക്കുകയും ചെയ്യും. ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മാത്രമേ നോക്കൂ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക്. ആ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? നേരുള്ളതും സത്യസന്ധവും ശുദ്ധവുമായിരിക്കണം. അങ്ങനെയുള്ള ഒരു മനസ്സിന് ഉടമകളായി നമ്മൾ മാറണം. നമ്മുടെ ഉദ്ദേശ്യ ശുദ്ധി, അതാണ് ദൈവം നോക്കുന്നത്. അപ്പൊ സ്നാനത്തിൽ അഥവാ സമർപ്പണത്തിൽ വാസ്തവത്തിൽ ദൈവം അന്വേഷിക്കുന്നത് ഇങ്ങനെയുള്ള ഹൃദയത്തെ അഥവാ ഇച്ഛയെയാണ്. അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മുടെ സ്വർഗീയ പിതാവ് ഇന്ന് നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുകയാണ്. തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് അവൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും. സദൃശവാക്യം 23:26 നമ്മൾ എന്താണ് വായിക്കുന്നത്? 23 സദൃശ്യവാക്യം 23:26
മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിനു ഇമ്പമായിരിക്കട്ടെ. അതാണ് ദൈവത്തിന്റെ ശബ്ദം അതാണ്. ആ ശബ്ദത്തിനാണ് നമ്മൾ ചെവി ഓർക്കേണ്ടത്. ഇത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ശബ്ദം കേട്ടു. അന്ന് അവന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? സങ്കീർത്തനം 40:8 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. അതായിരുന്നു യേശുവിന്റെ മറുപടി. സ്വർഗീയ പിതാവിന്റെ ഈ ശബ്ദം, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, ആ ശബ്ദം ഇന്നും മുഴങ്ങുന്നുണ്ട്. ആ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന് നിങ്ങളുടെ ഉത്തരം എന്താണ്? അവനോട് ഉത്തരം പറയുമ്പോൾ യഹോവ നിങ്ങളെ അവന്റെ ആത്മാവിനാൽ ശക്തീകരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.